വി ടോക്കിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ കടങ്ങളും ദുരിതവും സാമ്പത്തിക പ്രശ്നവും വിഷമതകളും ഒന്നും വിട്ടുപോവാതെയിരിക്കുമ്പോൾ ഇത് ഒഴിഞ്ഞു പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ വഴി പറഞ്ഞു തരണമെന്ന് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. ഞാൻ അവർക്ക് സാധാരണയായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു രഹസ്യക്കൂട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ഞാൻ ഇനി പറയുന്ന രീതിയിൽ ഈ രഹസ്യക്കൂട്ട് ഒന്ന് ചെയ്തു വച്ചു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്ന സകല കടങ്ങളും നിങ്ങളുടെ ബാധ്യതകളും നിങ്ങളെ വിട്ടുപോകും. നിങ്ങളുടെ ജീവിതത്തിലേക്കും സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നതായിരിക്കും. അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മിയുടെ പേരിൽ ചെയ്യുന്ന ഒരു കർമ്മമാണ് ഇത്. നിങ്ങൾ ഇത് ചെയ്തു വെക്കൂ. ഞാനിത് ചെയ്തു വച്ചിട്ടുണ്ട്. അതിൻ്റെതായ ഗുണം എനിക്കും കുടുംബത്തിനും ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്കും തീർച്ചയായും അതിന്റെ ഫലം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ, കുടുംബിനികൾ ഇത് ചെയ്തു വെക്കുക. അതിൻ്റെതായ എല്ലാ ഐശ്വര്യവും നിങ്ങളുടെ വീടിന് വന്നു ചേരുന്നതായിരിക്കും. ഞാനീ പറയുന്ന 3 വസ്തുക്കൾ ഒരു പൊതി പോലെയോ ഒരു കിഴി പോലെയോ കെട്ടി അത് നിങ്ങളുടെ വീട്ടിൽ ഒരു കുപ്പിയിലിട്ട് അടുക്കളയിൽ വെക്കുക എന്നത് മാത്രമാണ് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. ഞാൻ കൃത്യമായി പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് ആദ്യമായി മനസ്സിലാക്കാം ഇത് എപ്പോൾ ചെയ്യുക എന്നുള്ളത്. ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയമാണ്. ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. ഏറ്റവും നല്ല ദിവസം എന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ദേവി പ്രീതിക്ക്, മഹാലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ്. വെള്ളിയാഴ്ച ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. എന്നു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ, പ്രശ്നമില്ല എന്നുള്ളതാണ്. എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ കിഴി കെട്ടേണ്ടത്, കിഴി കെട്ടി എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ഓരോന്നായി പറയാം. ആദ്യമായി കിഴി കെട്ടാൻ വേണ്ടത് നല്ലൊരു കുപ്പിയാണ്. ഒരു കുപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ സാധനമൊക്കെ ഇട്ട് വെക്കുന്ന ജാറോ ഒരെണ്ണം. നല്ല വൃത്തിയുള്ള, നന്നായി കഴുകി തുടച്ചെടുത്ത ഒരു വൃത്തിയായ അടപ്പുള്ള കുപ്പിയാണ് ഇതിന് ആവശ്യമുള്ളത്. പ്ലാസ്റ്റിക് ആയാലും ഗ്ലാസ് ആയാലും ഏത് തരത്തിലുള്ളതാണെങ്കിലും മതി. രണ്ടാമതായി വേണ്ടത് നമുക്ക് ഈ കിഴി കെട്ടാനായിട്ട് ഒരു വെള്ള പേപ്പറോ അതല്ല എങ്കിൽ വെള്ള, ചുവപ്പ്, മഞ്ഞ ഇതിൽ ഏതെങ്കിലും നിറത്തിലുള്ള നല്ല ഒരു തുണി എടുക്കുക. ഇത് മറ്റൊന്നിനുമല്ല, കിഴി കെട്ടാനാണ്. തുണിയില്ലാത്തവര് നോട്ട്ബുക്കിലെയോ എഴുത്തൊന്നുമില്ലാത്ത നല്ല വെള്ള പേപ്പർ എടുത്താലും മതി. മൂന്നാമതായി ഇന്ദുപ്പാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇത് വീട്ടിലില്ല എങ്കിൽ നിങ്ങൾ വാങ്ങണം. ഇന്ദുപ്പ് അങ്ങാടി കടയിലോ സ്റ്റേഷനറി കടയിലോ വാങ്ങാൻ കിട്ടും. ഇന്ദുപ്പിന്റെ ചെറിയൊരു പാക്കറ്റ് വാങ്ങുക. ഇന്ദുപ്പാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അടുത്തതായി വേണ്ടത് വയമ്പാണ്. ഇതില്ലെങ്കിൽ അങ്ങാടി കടയിൽ വാങ്ങാൻ കിട്ടും. കുറച്ച് വയമ്പ് വാങ്ങുക. ചെറിയ പാക്കറ്റിലായും തൂക്കിയും നമുക്ക് തരുന്നതായിരിക്കും. കുറച്ച് വയമ്പ് തുണ്ട് വാങ്ങുക. അതുപോലെ തന്നെ അടുത്തത് പച്ച കർപ്പൂരമാണ് വേണ്ടത്. ഇതും അങ്ങാടി കടയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇത്രയും വസ്തുക്കളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം വാങ്ങിയ ശേഷം ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം സന്ധ്യക്ക് ഈ കർമ്മം ചെയ്യാനായിട്ട് ഇരിക്കുക. ഈ കൂട്ട് നിർമ്മിക്കാനായി ഇരിക്കുക എന്നുള്ളതാണ്. ഈ കർമ്മം ചെയ്യാനായി ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് അന്നത്തെ ദിവസം സന്ധ്യക്ക് 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതാണ്. 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ചിട്ട് മഹാലക്ഷ്മിയുടെ ചിത്രം ഉണ്ടെങ്കിൽ ആ ചിത്രം വെച്ച് മഹാലക്ഷ്മി അമ്മക്ക് ചുവന്ന പുഷ്പം അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട്. അതിനുശേഷം വേണം ഈ വസ്തുക്കൾ എടുത്തുകൊണ്ടുവന്ന് നിങ്ങൾ ഇരിക്കാനായിട്ട്. മഹാലക്ഷ്മി ചിത്രം ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട, നിലവിളക്കിനെ തന്നെ മഹാലക്ഷ്മിയായി സങ്കല്പിച്ചുകൊണ്ട് ഈ കർമ്മം ചെയ്യാവുന്നതാണ്. അങ്ങനെ നിലവിളക്കിന് അഭിമുഖമായി ഇരുന്നുകൊണ്ട് ഈ കൊണ്ടുവന്ന വസ്തുക്കൾ എല്ലാം എടുത്തു വെക്കുക. ആദ്യം ഇന്ദുപ്പ് എടുക്കുക. കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇന്ദുപ്പിൽ നിന്ന് ഒരു കൈ അളവിന് അല്ലെങ്കിൽ ഒരു പിടി അളവിൽ ഇന്ദുപ്പ് എടുക്കുക. ഇന്ദുപ്പ് എടുത്തിട്ട് നിലവിളക്കിന് 3 പ്രാവശ്യം ഒഴിയുക. ഒഴിയുന്ന സമയത്ത് ഓം പത്മായേ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് ഒഴിയുക. ഓരോ ഒഴിയലിലും ഓം പത്മായേ നമഃ എന്ന് ചൊല്ലുക. അതിനുശേഷം കിഴി കെട്ടാനുള്ള പേപ്പറിലോ തുണിയിലോ ഇന്ദുപ്പ് വെക്കുക. രണ്ടാമതായി വയമ്പ് തുണ്ട് എടുത്തിട്ട് ഓം ധന്യായേ നമഃ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വയമ്പ് ഇതുപോലെ 3 തവണ നിലവിളക്കിനെ ഒഴിയുക. ഇതും ഇന്ദുപ്പിന്റെ ഒപ്പം വെക്കുക. അടുത്തത് പച്ച കർപ്പൂരം എടുത്ത് ഓം പ്രഭായേ നമഃ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വിളക്കിന് 3 തവണ ഒഴിയുക. എന്നിട്ട് ഇന്ദുപ്പിന്റെയും വയമ്പിന്റെയും ഒപ്പം വെക്കുക. ഇത് 3ഉം കൂടി ചേർത്ത് ഒരു പൊതി പോലെ കിഴി പോലെയാക്കി ഒരു ചരട് അല്ലെങ്കിൽ ഒരു നൂലുകൊണ്ട് കെട്ടുക. കിഴി അഴിഞ്ഞു പോകാതെ കെട്ടുക. ഇത് ചെയ്യുന്ന വ്യക്തി ഈ പൊതി സ്വയം ഒഴിയുക. അതിനുശേഷം ഇത് സൂക്ഷിക്കാനായെടുത്ത കുപ്പിയിൽ വെച്ചതിനു ശേഷം കുപ്പി അടച്ചിട്ട് നിങ്ങളുടെ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുക. എളുപ്പം ശ്രദ്ധ പതിയാത്തിടത്ത്, കയ്യെത്താത്തിടത്ത് കുപ്പികൾ വെക്കുന്നതിന്റെ പുറകിലായി വെക്കുക. ഒരു മൂലക്കായി ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക. പെട്ടെന്ന് കാണുന്ന രീതിയിൽ വെക്കരുത്.
ഒഴിച്ചു മാറ്റി വെക്കുക. അത് അവിടെ തന്നെ വെക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറും. നിങ്ങളെ തേടി സമ്പത്തും പണവും വന്നു ചേരും. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഐശ്വര്യം തേടി വരും. ഒരുപാട് പേര് ഇങ്ങനെ ചെയ്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. നിങ്ങൾക്കും നല്ല മാറ്റമുണ്ടാകും. നമ്മുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.